വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മളിപ്പോൾ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ 1 നമുക്ക് റൂട്ട് വാൻ നിസ്റ്റൽറോയെ കുറിച്ച് പറയാം. ഓഫ് കോഴ്സ് ഇപ്പോൾ വാർത്ത വന്നിട്ടുണ്ട്, വാൻ നിസ്റ്റൽറോയ് നമ്മുടെ ടെൻഹാഗിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വരും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ 2 ചോയ്സുകൾ ഉണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ ബേൺലിയിലേക്ക് പോവുക, അവർ ബേൺലിയുടെ മാനേജറായിട്ട് അവർ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഇപ്പോൾ യുണൈറ്റഡ് ജോബിലേക്കാണെന്നുള്ള തരത്തിൽ ഇപ്പോൾ റൊമാനോ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. ഇപ്പോൾ എന്തായാലും വാൻ നിസ്റ്റൽറോയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പഴയ ഹീറോയാണ് അദ്ദേഹം. ഏർലി 2000 കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി കളിച്ച പ്ലെയറാണ്. ഇപ്പം എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ മത്സരം ലൈവ് കണ്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ആ സമയത്ത് കളി കണ്ടുകൊണ്ടിരുന്ന യുണൈറ്റഡ് ഫാൻസ് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി. നമ്മുടെ മോഡേൺ ഡേ ഹിസ്റ്ററിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കേഴ്സിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. കിഡിലൻ ഫിനിഷർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ RVPയുടെ കളി ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. ഇപ്പം എന്ന് പറയുന്ന പോലെ അസാധ്യ ഫിനിഷർ ആയിരുന്നു എന്നുള്ള കാര്യമാണ്. അതുപോലെ ആ ഒരു ഹൈ എനർജിയിൽ കളിക്കുന്ന ഒരു സ്ട്രൈക്കർ ആയിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടേ നമുക്ക് ശീലമുള്ളൂ. കൂടുതലൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കൾട്ട് ഹീറോ ആയിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. നമ്മുടെ ഒപ്പം ലീഗും അതുപോലെ FA കപ്പൊക്കെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ എന്തായാലും അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് മാനേജ്മെൻറ്റിലേക്കൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം റീസെൻ്റ്ലി പരിശീലിപ്പിച്ച ടീം എന്ന് പറയുന്നത് PSV ഐൻഡോവൻ ആണ്. അവിടെ ആകെ ഒരു സീസൺ ഉണ്ടായിരുന്നുള്ളൂ, 22-23 സീസൺ. പക്ഷേ ആ സീസൺ അദ്ദേഹത്തിന് 2 ട്രോഫി നേടാൻ സാധിച്ചു. അതുപോലെ ആ സീസൺ 2ാം സ്ഥാനത്താണ് PSV ഫിനിഷ് ചെയ്തത്. പക്ഷേ ആ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചു കൂട്ടിയ ടീം എന്നുള്ള ഖ്യാതി PSVക്ക് ആയിരുന്നു. അവർ ഒത്തിരി ഗോളുകളൊക്കെ സ്കോർ ചെയ്യുന്ന ഒരു ടീമായിരുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ്, ഗോളുകൾ വീഴുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുപോലെ ഹോയ്ലൻഡിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു സ്ട്രൈക്കറിൻ്റെ സൈഡിൽ നിന്നുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ടാവുമോ, കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കി കാണുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്ക് ഒരു 5-6 മാസം മുമ്പ് ഈ വാൻ നിസ്റ്റൽറോയ് നമ്മുടെ ക്ലബ്ബിൽ വന്ന് ടെൻഹാഗൊക്കെ ആയിട്ട് ട്രെയിനിങ്ങിൽ നോക്കി നിൽക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വന്നതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പം എന്തായാലും അദ്ദേഹം വരുമായിരിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇടയ്ക്ക് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കിങ് കോച്ച് എന്ന് പറഞ്ഞാൽ ബെന്നി മക്കാർത്തി ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കോൺട്രാക്ട് ഈ വർഷം തീർന്ന് പോവുകയായിരുന്നു എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ റിന്യൂ ചെയ്തെന്നുള്ള കാര്യം അറിയില്ല. പുള്ളിക്കാരനെ ഈ പറഞ്ഞ പോലെ ഫാൻസ് ഒത്തിരി പൊക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്ര നല്ലൊരു അറ്റാക്കിംഗ് കോച്ചായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. 2 കൊല്ലം കൊണ്ട് നമ്മൾ ഗോളുകൾ അടിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും റോഡ് വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നോക്കും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് പൊതുവെ പറയുന്നത്. ഇപ്പോൾ ഒരു അപ്കമിങ് മാനേജർ എന്നുള്ള തരത്തിൽ ഇപ്പോൾ അങ്ങനെ ആ ഒരു ഖ്യാതിയുള്ള ഒത്തിരി മാനേജേഴ്സ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും പൊസിഷൻ ബേസ്ഡ് ഫുട്ബോളൊക്കെയാണ് അദ്ദേഹം PSVയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള മാനേജറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ യൂട്യൂബിൽ തന്നെ കോച്ചസ് വോയിസ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. 21 മിനിറ്റുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇൻസൈറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ, മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നതിനെക്കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്തില്ല. വേറെ ആരുടെയും കാര്യമല്ല, എഡ്സൺ അൽവരസ് ഓഫ് കോഴ്സ് അയാക്സിൻ്റെ പഴയ പ്ലെയറാണ്. ഇപ്പം നിലവിൽ വെസ്റ്റ് ഹാമിലാണ് കളിക്കുന്നത്. മെക്സിക്കോയുടെ നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ടെൻഹാഗിൻ്റെ ശിഷ്യനാണ്. എനിക്ക് ഈ വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വന്നത് ഒരു മാറ്റവും ഇല്ലല്ലോ. ഇപ്പോഴും ടെൻഹാഗിൻ്റെ എക്സ് പ്ലെയേഴ്സും അതുപോലെ അയാക്സ് കണക്ഷനൊക്കെയാണ് നമ്മൾ നോക്കി പോകുന്നത്, അല്ലെങ്കിൽ ഡച്ച് കണക്ഷനൊക്കെയാണ് നോക്കി പോകുന്നത്. ഇപ്പോൾ സിർക്സിയുടെ കാര്യം മിക്കവാറും നമ്മുടെ ഫസ്റ്റ് സൈനിങ് അതായിരിക്കും. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഡച്ച് കണക്ഷൻ ഉണ്ട്. പിന്നെ ബ്രാന്ത്വൈറ്റിൻ്റെ കാര്യം പറയുന്നത് പുള്ളിക്കാരനും PSV കളിച്ചിട്ടുണ്ട് നമ്മുടെ റൂഡിൻ്റെ ഒപ്പം. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു ഡച്ച് കണക്ഷൻ എപ്പോഴും നമ്മുടെ സൈനിങ്ങിലേക്ക് വരുന്നുണ്ട്. ഡച്ച് പാസമാണ് എപ്പോഴും കാണുന്നത്. അപ്പോൾ എന്തായാലും എഡ്സൺ അൽവാരസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ മക്ടോമിനിയുടെ ചെറിയൊരു അപ്ഗ്രേഡഡ് വേർഷൻ മാത്രമേ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു ബോൾ ക്യാരിയിങ്ങോ അല്ലെങ്കിൽ പറഞ്ഞൊരു ഫോർവേഡ് പാസ്, ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കുന്നോ അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലെയർ അല്ല. സൈഡ് പാസ് ആ ഒരു സേഫ് പാസുകളൊക്കെ കളിക്കുന്ന പ്ലെയറാണ്. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ റീസൈക്കിൾ ചെയ്യാനായിട്ട് അതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ടോണി ക്രൂസിൻ്റെ കളിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒത്തിരി പാസുകൾ സൈഡ് പാസ്, ബാക്ക് പാസ് അങ്ങനെ രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു സമയത്ത് ചിലപ്പോൾ ഒറ്റൊരു കില്ലർ പാസ് മതി കളീനെ മാറ്റിമറിക്കാനായിട്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ക്രൂസിന് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ന് പറയുന്ന പോലത്തെ കഴിവൊന്നും എഡ്സൺ അൽവാരസിനില്ല. പക്ഷേ മിഡ്ഫീൽഡ് ഒരു വർക്ക് ഹോഴ്സാണ്. ഓടി നടന്ന് ആ ഒരു മരിച്ച് കളിക്കുന്ന മക്ടോമിനി സ്റ്റൈലിലുള്ള പ്ലെയറാണ്. പാഷൻ ആൻഡ് ഡിസയർ, ഈ പറഞ്ഞ 2 സാധനങ്ങളുണ്ട്.
ഒരു ലിസാൻഡ്രോയുടെ ഒക്കെ ഒരു വേർഷൻ, ആ ഒരു ഭയങ്കര ടീമിനോട് ടീം സ്പിരിറ്റും പാഷനും ഡിസയറൊക്കെ ഉള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ ഇങ്ങനത്തെ പ്ലെയറിനെയാണ് നമുക്ക് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ല എന്ന് ഞാൻ പറയുള്ളൂ. അതുപോലെ പൊതുവെ വെസ്റ്റ് ഹാം ഫാൻസിനോടുള്ള അഭിപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാലും അവരൊന്നും അത്രയധികം റേറ്റ് ചെയ്യുന്നൊരു പ്ലെയറും അല്ല. കുഴപ്പമില്ല, ആ ഒരു രീതിയിൽ പറയുന്നുള്ളൂ. പക്ഷേ മെക്സിക്കോ ഫാൻസിനൊക്കെ വളരെ വളരെ മികച്ച അഭിപ്രായമാണ്, കാരണം അവരുടെ ക്യാപ്റ്റനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ഹാം ആണെങ്കിൽ അവർ 60-70 മില്യൺ ഒക്കെ ചോദിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഇതൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എഡ്സൺ ആൽവാരസ് ആയിട്ട് നമ്മൾ ഹെവി ആയിട്ട് ലിങ്കായി, ഈ കാര്യം റൊമാനോ ഒക്കെ കൺഫേം ചെയ്തതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.